ഹേ ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖല്ലേ? മൺഡേ ആണ്, നല്ലൊരു വീക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു കേട്ടോ. ഇന്ന് ഈ ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ മറ്റേ മായാനദി മൂവിയിൽ ലിയോണൽ ഇഷോയ് ഒരു ക്ലൈമാക്സിൽ ഒരു സീനില്ലേ, ഒരു നാറിയെ വിശ്വസിക്കരുതെന്ന് ആ ടോണിൽ എടുക്കണം. കാരണം ഞാൻ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ജേണൽ വായിച്ച് നോക്കിയപ്പോൾ അതിലെഴുതിയിട്ടുള്ള ലൈഫ് ലെസൺസ് ആണ്. എസ്പെഷ്യലി എൻ്റെ ബർത്ത്ഡേ, അതിനോടനുബന്ധിച്ച് നാട്ടിൽ പോയത്, പിന്നെ കുറച്ച് ലൈഫിലുണ്ടായ കുറച്ച് ഇൻസിഡൻസ് എല്ലാം ചേർത്ത് ഞാൻ അതിൽ നിന്ന് പഠിച്ച പാഠം എന്നൊക്കെ പറഞ്ഞൊരു 3-4 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ എനിക്ക് തന്നെ ഇത്രയും ഗതികെട്ടവൾ ഈ ലോകത്ത് വേറെ ഇല്ലേ എന്നൊക്കെ തോന്നുന്ന ഒരു രീതിയിലുള്ള ഒരു ടൈപ്പ് ജേണൽ ആയിരുന്നു കഴിഞ്ഞ മാസത്തെയൊക്കെ. അപ്പം ഞാൻ ഡിസൈഡ് ചെയ്തു, ഇനി ഞാൻ അത് വായിച്ച് വീണ്ടും വിഷമിക്കൊന്നുമില്ല, അതവിടെ തീർന്നു എന്ന്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ലൈഫിൽ നിന്നുണ്ടായ ഇൻസിഡൻസിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള കുറച്ച് ലൈഫ് ലെസൺസ് ആണ്. ലൈഫ് ലെസൺസ് എന്ന് പറയാൻ റീസൺ എന്താണെന്നറിയോ? ഞാനതിനെ ലൈഫ് ലെസൺ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇന്ന് പഠിച്ചു, ഇന്ന് പുസ്തകം അടച്ചു വെച്ച് അങ്ങനെയല്ല, മുന്നോട്ടേക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടേ ഞാനിനി എല്ലാവരോടും പെരുമാറുള്ളൂ എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയില്ല എവിടെ വരെ പോകുന്നത്. പതിവിൽ വിപരീതമായിട്ട് ഇൻട്രൊഡക്ഷൻ കുറച്ച് ലെങ്തി ആയി എന്ന് എനിക്കറിയാം. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ YT സ്റ്റുഡിയോ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം നമ്മുടെ വീഡിയോയുടെ 80% വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സ് അല്ല, 20% മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും, അതുപോലെ തന്നെ ഈ പറഞ്ഞു പോകുന്ന ലൈഫ് ലെസൺസ് ഒക്കെ ഇല്ലേ, ഇതിനോട് നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും, ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെയുണ്ട്, അത് യൂസ് ചെയ്യാനും കൂടി റിക്വസ്റ്റ് ചെയ്യാണ്. ഭയങ്കര വലിയൊരു ഇൻട്രൊഡക്ഷൻ ആയി പോയി അല്ലേ? കുഴപ്പമില്ല, നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാവരോടും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എത്രത്തോളം അപ്ഡേറ്റ് ചെയ്യുന്നത് കുറയോ അത്രത്തോളം ഡ്രാമ കുറഞ്ഞു കിട്ടും എന്നുള്ളത് ഈ കഴിഞ്ഞ എൻ്റെ വീട്ടിലെ ഇൻസിഡൻസിൽ നിന്ന്, എൻ്റെ ലൈഫിലെ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ എഴുതി വെച്ചേക്കുന്നത് എൻ്റെ ജേണലിൽ. ലെസ് അപ്ഡേറ്റ് ലെസ് ഡ്രാമ, ഇതാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതായത് നമുക്ക് തോന്നും എല്ലാവരോടും എല്ലാം പറയണമെന്ന്. അല്ലെങ്കിൽ ഇപ്പോൾ പപ്പയുടെ ആക്സിഡൻറ്റിൻ്റെ ടൈമിലാണെങ്കിലും അത് കഴിഞ്ഞ് ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ വളരെ പേഴ്സണലായിട്ടുള്ള ആളുകളിൽ നിന്ന്, പിന്നെ അത് അറിഞ്ഞ് പോയിട്ടുള്ള വ്യക്തികളുടെ ചോദ്യങ്ങളിൽ നിന്നും ആയിക്കോട്ടെ, എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെല്ലാവരോടും ഈ അതിലുണ്ടല്ലോ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് ഇങ്ങനെയെന്നും പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി, നമ്മളെ ജെനുവിൻ ആക്കാൻ വേണ്ടി, നമ്മൾ സത്യസന്ധത ഒന്ന് എക്സ്പോസ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും. അപ്പോൾ കുറേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഞാൻ വല്ലാതെ നന്മമരാകുന്നുണ്ടോ, അല്ലെങ്കിൽ വല്ലാതെ ഞാൻ ഓവറാകുന്നുണ്ടോ, ഇത്രയൊക്കെ ആവശ്യമുണ്ടോ? എന്നോട് ആരെങ്കിലും ഇത്രയും അപ്ഡേറ്റ് ചെയ്ത് അവരുടെ ലൈഫിലെ കാര്യങ്ങൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് ജസ്റ്റിഫൈ ചെയ്ത് പറയലുണ്ടോ? ഇല്ലല്ലോ. എന്നെ ആരും അങ്ങനെ പരിഗണിക്കാറില്ല. അപ്പോൾ ഞാൻ എന്തിനാ വെറുതെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്? എനിക്ക് തന്നെ തോന്നി ചില കാര്യങ്ങൾ. ഇപ്പോൾ അയ്യോ ഇവരോട് പറഞ്ഞേക്കാം, അവരറിഞ്ഞില്ലെങ്കിൽ എന്ത് വിചാരിക്കും, നമ്മൾ തന്നെ പറഞ്ഞില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞല്ലോ, ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ, പണ്ട് ഞാൻ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വീട്ടിലെത്തിന്ന് 10 പേർക്ക് ഫോർവേഡ് മെസ്സേജ് അയക്കണ പോലെ, അങ്ങനെ ഇപ്പം ഞാൻ എയർപോർട്ടിലെത്തി, അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്നതാണ്, പപ്പയ്ക്ക് ഇങ്ങനെയാണ്, ഇത് നമ്മുടെ അടുത്ത് ചോദിക്കാത്ത ആൾക്കാരോട് ഒക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ ശരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ കുട്ടി 12th കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവൾക്ക് എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാത്ത ആൾക്കാരോട് പോലും നമ്മൾ അങ്ങോട്ട് പോയി അപ്ഡേറ്റ് ചെയ്യും. അതെ, മോൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടോ, ഇന്ന സ്ഥലത്താണ്, ഇന്ന കോഴ്സിനാണ്, ഇത്രയും ദിവസമാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക പറഞ്ഞ് നമ്മളങ്ങ് പറയും. നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉള്ളിൽ ഒരു നല്ല കുട്ടി ഉണ്ടല്ലോ, അതായത് ഒരു പീപ്പിൾ പ്ലീസർ ഉണ്ട്. എന്തൊക്കെ ഇല്ലയെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരാളുണ്ട്. അതായത് നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ള തോന്നല്ല. അപ്പോൾ നമുക്ക് തോന്നും, ഞാനിത് പറഞ്ഞില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും. ആ എന്ത് വിചാരിക്കും എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഇതൊക്കെ. അപ്പോൾ ആ സാധനം ഞാൻ നിർത്തി. കഴിവതും എൻ്റെ സർക്കിളിൻ്റെ ഉള്ളിൽ വളരെ ചുരുങ്ങിയ ഇത്ര പേരേ ഉള്ളൂ. എന്നാലും ചില സമയത്ത് ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ നീ പറയാതിരുന്നത്, എന്നാലും നീ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നുള്ളത് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അടുത്തൊരു കാര്യം, കൺസിസ്റ്റൻസി, അതായത് സ്ഥിരത. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ 2 ദിവസം ചെയ്ത് 4 ദിവസം ബ്രേക്ക് എടുക്കുന്ന പരിപാടി എനിക്കൊരു 50% ഉണ്ടായിരുന്നു. ചില കാര്യങ്ങളിലൊക്കെ ഞാൻ അതിഭീകര കൺസിസ്റ്റൻറ്റ് പേഴ്സൺ ആണ്. എൻ്റെ കെട്ടിയോൻ പറയാറുണ്ട്, നീ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്ത് വിചാരിച്ചാലും
അത് നീ ചെയ്ത് തീർക്കാതെ ഉറങ്ങില്ല രാത്രിയിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്. പക്ഷേ ചില സമയത്തൊക്കെ ഞാൻ ചെയ്തു പോകണം അല്ലെങ്കിൽ മുടങ്ങില്ല എന്നൊക്കെ വിചാരിച്ച് പോകുന്ന കാര്യം ഒരാഴ്ച കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോഴൊക്കെ വേറെ എന്തെങ്കിലും കാര്യം ബീറ്റ് ചെയ്യും. അതിൻ്റെ മേലെ പ്രയോറിറ്റി മാറുമല്ലോ, മേലെ വന്ന് പിന്നെ അതെനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പം നമ്മൾ തന്നെ നമ്മുടെ വീഡിയോയിൽ പറയാറുണ്ട്, ആഴ്ചയിൽ 7 ദിവസവും ചെയ്യുന്ന കാര്യമല്ല കൺസിസ്റ്റൻസി. ഇപ്പം നമുക്ക് 4 ദിവസമേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എങ്കിലും അതും കൺസിസ്റ്റൻ്റ് ആണ്. ബ്രേക്ക് വന്നാലും തിരികെ, അതായത് ബാക്ക് ടു ദിസ് ആക്ടിവിറ്റി അത് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യത്തിൽ സക്സസ് ആണ് എന്ന് നമ്മൾ എപ്പോഴും വീഡിയോസിൽ പറയാറുണ്ട്. അത് എന്തിനാ അങ്ങനെ പറയണേന്ന് അറിയോ? എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുന്നതാണെങ്കിലും മെയിൽ വരുന്നതാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ റേസ് ചെയ്യുമ്പോൾ അതിൽ പറയുന്ന കാര്യമാണ്, ചേച്ചി ഒരു 3 ദിവസം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മടിയാവുക, ഒരു 3 ദിവസം ഗ്യാപ്പ് വരും, പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കുറ്റബോധം തോന്നുന്നതാണ്. ഇത് അല്ല കൺസിസ്റ്റൻസി, ആക്ച്വലി ഇതും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു 1-2 മാസമായിട്ട് ഞാൻ ചെയ്തു പോന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിപ്പോൾ എൻ്റെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പോലും അത്രയും പ്രശ്നങ്ങൾ കൂടെ കടന്നു പോയിട്ട് ഒരു 2 ആഴ്ച ഗ്യാപ്പ് വന്നു. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഒരു ജൂലൈ എൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് ഒരാഴ്ച ഞാൻ ഒരു വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടില്ല. അതിനുശേഷം 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പിന്നെ നമ്മൾ നാട്ടിൽ പോയി, പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി വീണ്ടും ഒരാഴ്ച ബ്രേക്ക് വന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10-14 ദിവസം കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു. ഇടയ്ക്കും തലയ്ക്കും എന്തോ ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് ഞാൻ പോയി. പക്ഷെ തിരിച്ച് വന്ന് ഞാൻ അതിൽ കുറച്ച് അഡീഷണൽ എഫേർട്ട് ഇടുകയാണ് നമ്മുടെ യൂട്യൂബിന് വേണ്ടിയിട്ട്. എന്താണെന്നറിയോ, നമ്മൾ ഈ ഒരു 1.5 വർഷത്തെ അല്ലെങ്കിൽ ഒരു 2-2.5 വർഷത്തെ ജേണി എന്ന് പറയുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫുൾ ടൈം ജോബും എൻ്റെ ഫാമിലിയും എൻ്റെ ബാക്കി കാര്യങ്ങളും അതിൻ്റെ കൂടെ യൂട്യൂബ് ഞാൻ പാരലലി കൊണ്ടുപോകുന്നത് എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു ജോബ് ആയതുകൊണ്ടാണ് ഞാൻ ഇതും സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് ഞാൻ എന്തോരം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നും ഈ 23,500 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് എങ്ങനെ ആയിട്ടുണ്ടെന്നും എനിക്കത് വളരെ നന്നായിട്ട് അറിയാം. അപ്പം ഞാനായിട്ട് ഒരു 2 ആഴ്ച ഗ്യാപ്പ് വരുത്തുന്നുണ്ടെങ്കിൽ അതെൻ്റെ അൽഗോരിതത്തിനെ ബാധിക്കും. അപ്പം ഞാൻ കൺസിസ്റ്റൻ്റ് ആയല്ലേ പറ്റൂ. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ചെയ്തു പോകുന്ന വീഡിയോസെന്നൊക്കെ എനിക്ക് കുറച്ചൊക്കെ ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. എന്നാലും പഴയ പോലെയുള്ള ഒരു വ്യൂസോ അല്ലെങ്കിൽ ഒരു വൈഡ് ഓഡിയൻസിലേക്ക് എത്തുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ കൺസിസ്റ്റൻസി എന്നുള്ളൊരു കാര്യം ഞാൻ ഈ ഒന്നും കൂടി എനിക്കറിയാവുന്ന കാര്യമാണ്, എന്നാൽ പോലും ഒന്നും കൂടി ഞാൻ അടിവരയിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാനതിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. എൻ്റെ ഇഷ്ടത്തോട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ബ്രേക്ക് ആക്കില്ല എന്നുള്ളത്. അടുത്തൊരു കാര്യം പറയട്ടെ. അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ഞാൻ ശ്രമിക്കും എന്നുള്ളത്. ഒരു 3-4-5-6 വീഡിയോസിൻ്റെ ബാക്കിലൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. കുറച്ച് അഹങ്കാരം എന്ന് പറയണല്ല, ഒരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്ന് ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞ ഏറ്റവും വലിയ ചാപ്റ്ററിൽ നിന്ന് പോലും ഞാൻ പെട്ടെന്ന് ഓവർകം ചെയ്തു. നിസ്സാരം, ഒരു 6 വർഷം അതുകൊണ്ട് ഞാനത് ഓവർകം ചെയ്തു. അപ്പം ഈ 6 വർഷം കൊണ്ട് ഓവർകം ചെയ്തു എന്ന് പറയാൻ ഒന്നും പറ്റില്ല. എനിക്കൊരിതുണ്ട്, കാരണം ഞാൻ കരഞ്ഞ് മെഴുകി അങ്ങനെ ഇരുന്നാലും, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഞാൻ പോയി കുളിച്ച് ബ്രഷ് ചെയ്ത് വന്ന് ഒരു പൊട്ടൊക്കെ കുത്തി വന്നാൽ ഞാൻ ഫുഡ് എടുത്ത് ഇവിടെ വന്നിരുന്ന് തെങ്ങാശിപ്പട്ടണം ഇരുന്ന് കാണും, അത് കണ്ടിരുന്ന് ചിരിക്കും. അങ്ങനൊരു കഴിവ് എനിക്കുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയൊരു ഇഷ്യൂ ആണെങ്കിൽ പോലും എനിക്ക് വേഗം തന്നെ ഒരു കരച്ചിൽ ഫേസിൽ നിന്ന് എനിക്ക് നോർമൽ ഫേസിലേക്ക് വരണം. അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ ആ കാര്യം പോയിന്നോ എൻ്റെ വിഷമം പോയിന്നോ ഒന്നുമല്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് വിസിബിളായിട്ട് ഞാനത് കാണിക്കില്ല. എൻ്റെ വിസിബിൾ ഫേസിൽ, വിസിബിൾ സ്റ്റേറ്റിൽ അത് ഒരിക്കലും ഒരു വിഷമമായിട്ട് കാണില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഈ 2 മാസത്തിൻ്റെ ഉള്ളിൽ ഒന്നും കൂടിയും എന്നെ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതും സോൾവ് ചെയ്യാൻ പറ്റാത്തതും, നമ്മുടെ കയ്യിൽ നിൽക്കുന്നതും നിൽക്കാത്തതും, ഇന്ന് തന്നെ സോൾവ് ആവാത്തതും, കാലങ്ങളോളം നമ്മുടെ കൂടെ ഉണ്ടായേക്കാവുന്നതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇതിൻ്റെ കൂടെ നമ്മുടെ ലൈഫ് പോകുന്നതിലും നല്ലത്, കരഞ്ഞു മെഴുകി വിഷമിച്ച് സങ്കടപ്പെട്ട് കുറ്റപ്പെടുത്തി ജീവിക്കുന്നതിലും നല്ലത് നമ്മൾ കുറച്ച് അതിനെപ്പറ്റി ആലോചിക്കുന്നത് കുറയ്ക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി ഒരു 20 കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവില്ലേ. ഇവിടെ ഒരു 2 കാര്യങ്ങളാണ് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, താങ്ങാൻ ആളുണ്ടെങ്കിലേ തളർച്ച ഉണ്ടാവുള്ളൂ എന്ന്. ശരിയല്ലേ? നമുക്ക് വിഷമിച്ചിരുന്ന് ആ കാര്യത്തിനെ ആലോചിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കാൻ പറ്റുന്നൊരു സ്റ്റേറ്റ് ആണോ? അല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഓഫീസിൽ പോകണം, കൊളീഗ്സ് ഉണ്ട്, ചിരിച്ച് കളിച്ച് നിൽക്കണം, യൂട്യൂബ് ഉണ്ട്, വീഡിയോസ് ചെയ്യണം, വീട്ടിൽ നിന്ന് അമ്മ വിളിക്കും, കെട്ടുകയും ചോദിക്കും എന്തിനാ വിഷമിച്ചിരിക്കണം, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ
എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വരും, ഞാൻ ഒരിക്കലും ഒരു കാര്യത്തിനെ ഓർത്ത് വിഷമിച്ചിരിക്കില്ല, ടെൻഷൻ അടിച്ചിരിക്കില്ല, അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കും എന്നുള്ളത് ഞാൻ ഈ ഒരു മാസം എന്ന് പറയാൻ പറ്റില്ല, ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിലേക്ക് എടുത്തൊരു തീരുമാനമാണ്. അടുത്തൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ പോഡ്കാസ്റ്റുകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് നമ്മുടെ യൂട്യൂബ് ഫീഡിൽ വരാറുണ്ട്. അപ്പോൾ അതിൽ കാണുന്ന ചില കാര്യങ്ങളാണ്, നമുക്കെപ്പോഴും നമ്മുടെ മുന്നിലിരിക്കുന്ന ആളെ നന്നാക്കാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പാരൻസിനെ നന്നാക്കാൻ, അല്ലെങ്കിൽ മക്കളെ നന്നാക്കാൻ, ഹസ്ബൻഡിനെ നേർവഴിക്ക് നടത്താൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്പുറം നമ്മളൊരു നല്ല വ്യക്തിയാവാൻ ശ്രമിച്ചാൽ മതി എന്നുള്ളതാണ്. നമ്മുടെ കൂടെയുള്ള ആൾ നന്നാവാതിരിക്കുക, അതൊക്കെ എന്തോ ആവട്ടെ, പക്ഷേ നമ്മളൊരു നല്ല പേഴ്സൺ ആവാൻ നോക്കുക. ഹൗ ടു ബി എ ഗുഡ് പേഴ്സൺ, നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള, നല്ലൊരു ഐഡൻറ്റിറ്റി ഉള്ള, നല്ലൊരു വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാവാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് ഈ വാഴ നനയുന്നതിൻ്റെ കൂടെ ചീരയും നനയുമെന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ മേളിൽ പറഞ്ഞ കുറേ പോയിൻറ്റ്സും നമ്മൾ സ്ഥിരം പറയാറുള്ള കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ കൂടെ അലൈനായി സെറ്റായിട്ട് ഒന്നിച്ച് വളരും നമ്മളൊരു നല്ല പേഴ്സൺ ആവുകയാണെങ്കിൽ. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയോ, ഇപ്പോൾ നമ്മൾ നല്ല വ്യക്തികളാണ്, നമ്മളൊരു നല്ലൊരാളാണ് എന്ന് കരുതിയിരുന്ന ആളുകളുടെയൊക്കെ മൂടുപടം അഴിഞ്ഞ് വീഴുന്നതും അവർ എക്സ്പോസ്ഡ് ആവുന്നതും കണ്ട ഒരു മാസം കൂടിയാണ് ഈ 1-2 മാസങ്ങൾ. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്ത് കേൾക്കുന്നതും, നമ്മൾ ആ ഒരു സിറ്റുവേഷന് വിക്ടിം ആവുന്നതും അതിന് സാക്ഷിയാവുന്നതും ഒക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കടന്നുപോയി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ നടക്കരുത്. ഞാൻ മറ്റൊരാളുടെ ലൈഫിൽ കണ്ട കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിലോ എൻ്റെയും ഷിഹാബിൻ്റെയും ലൈഫിലോ ഞങ്ങളുടെ ഇടയ്ക്കോ ഉണ്ടാവരുത്. അതിനെന്താ ചെയ്യേണ്ടത്, നമ്മൾ കുറച്ച് നല്ല വ്യക്തിയാവുക. നമ്മൾ ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയില്ലേ, നല്ല പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളാവാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ ചില സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളൊക്കെ കണ്ട് വായിച്ച് പരിചയമുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, അത് നമ്മൾ മറ്റുള്ളവരുടെ അടുത്തു നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും നല്ലത് നമ്മൾ അത് ഷോ ചെയ്യുക. അതായത് എക്സാമ്പിളായിട്ട് കാണിക്കുക നമ്മളെ. അവരത് നന്നാവാതിരിക്കുക, അതൊക്കെ അവരുടെ ജീവിതമാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇന്ന് രാത്രി നമുക്ക് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമ്മൾ സെൽഫ് റിഫ്ലക്ഷൻ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളോട് ഒരു ഗ്രേറ്റ്ഫുൾ ആവാൻ പറ്റണം, നമുക്ക് നമ്മളുടെ വ്യക്തിത്വത്തിനോട് താങ്ക്ഫുൾ ആവാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് നമ്മൾ ജെനുവിൻ ആയിരുന്നു എന്നുള്ളത് നമുക്ക് നമ്മളോടെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിയണം എന്നുള്ളതാണ്. അത് ഞാൻ ഈ 1-2 മാസത്തിൻ്റെ ഉള്ളിൽ പഠിച്ച അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് എത്രത്തോളം നമ്മളെ ബെറ്റർ ആക്കാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യുക. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഒരു ഹാഫ് പോർഷൻ അല്ലെങ്കിൽ 3/4 ഭാഗത്തോളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, നമുക്കറിയില്ല, നമ്മുടെ കയ്യിലല്ലല്ലോ. അപ്പോൾ ഇത്രയും നാൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടാകും, ഒരുപാട് നല്ല കാര്യങ്ങൾ പറ്റിയിട്ടുണ്ടാകും. പക്ഷേ ഇനിയും നമുക്ക് ഓരോ ദിവസവും, അതായത് ബെറ്റർ ദാൻ യെസ്റ്റർഡേ എന്നല്ലേ പറയാം, ഓരോ ദിവസവും കഴിഞ്ഞതിനേക്കാൾ പുതിയത്, കഴിഞ്ഞതിനേക്കാൾ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്നത് ഹ്യൂമൻ ഫ്ലോസ് ഉണ്ടാവും, ഹ്യൂമൻ എറേഴ്സ് ഉണ്ടാവും. അതെല്ലാം സ്വാഭാവികമാണ്, സാധാരണ കാര്യങ്ങളാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ ഇന്ന് സംസാരിച്ച വീഡിയോ പ്യുവറായിട്ടും പേഴ്സണൽ ലൈഫിൽ നിന്ന് ചീന്തി എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോയിൻറ്റ്സിന് നിങ്ങൾക്ക് എന്തായാലും എന്തെങ്കിലും കോൺട്രഡിക്ഷൻ ഉണ്ടായിരിക്കും, എന്തെങ്കിലും കൗണ്ടർ പോയിൻ്റ് ഉണ്ടായിരിക്കും, എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ദയവ് ചെയ്ത് ആഡ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ബൈ ആൻഡ് താങ്ക് യു.